ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ വീട് പദ്ധതിയിലൂടെ 50 കുടുംബങ്ങൾക്ക് കൂടി സ്വപ്ന സാഫല്യം. വീടുകളുടെ താക്കോൽ കുടുംബങ്ങൾക്ക് കൈമാറി. പദ്ധതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 745 വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കി കുടുംബങ്ങൾക്ക് നൽകിയത്. എല്ലാ വാതിലുകളും മുട്ടി ലാസ്റ്റ് ഇതെന്നാണ് ഞാനും എൻ്റെ മക്കളും രക്ഷപ്പെടുന്നത്. ഇതൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. പെട്ടെന്നാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങണമെന്ന സ്വപ്നം സഫലമായി. 50 കുടുംബങ്ങൾക്ക് കൂടി. കോഴിക്കോട് നടുവണ്ണൂരിൽ നടന്ന ചടങ്ങിലാണ് വീടുകളുടെ താക്കോൽ കുടുംബങ്ങൾക്ക് കൈമാറിയത്. കോഴിക്കോട് കോർപ്പറേഷൻ, ഫറോക്ക് നഗരസഭ 24 പഞ്ചായത്തുകളിലെയും അർഹരെ കണ്ടെത്തിയാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. അപേക്ഷ കൊടുത്ത് ഒരു 6 മാസം ആയപ്പോഴേക്കും എനിക്ക് വീട് റെഡിയായി. ഇപ്പോൾ വീട് പണി കഴിഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, സ്വന്തമായിട്ടൊരു വീടെന്നുള്ളൊരിത്. സ്വപ്നത്തിൽ പോലും എനിക്കൊരു വീട് ഞാൻ പ്രതീക്ഷിക്കില്ല. എല്ലാവരോടും നന്ദി. 4 ലക്ഷം രൂപ കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ വീട് നിർമ്മിക്കാൻ സാധിക്കില്ല. പക്ഷെ സാധിച്ചത് പല സ്ഥലങ്ങളിലും ഭൂമിയില്ലാത്തവർക്ക് പല ആൾക്കാർ ഭൂമി സൗജന്യമായി നൽകിയിട്ടുണ്ട്. ജനകീയ സമിതി ഉണ്ടാക്കി അവർ പണം സ്വരൂപിച്ച് ഭൂമി വാങ്ങി നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി ഉള്ള സഹായം അതാത് പ്രദേശവാസികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഒരു വീടെന്നുള്ള സ്വപ്നം പലർക്കും സാക്ഷാത്കരിക്കാൻ പറ്റാതിരുന്ന ഒരു സമയത്ത് ഗവൺമെൻറ് തലത്തിലും മറ്റുള്ള പ്രൈവറ്റ് തലത്തിലുമെല്ലാം പലപ്പോഴും വളരെയധികം കാത്തിരിപ്പിന് ശേഷവും വീടുകൾ കിട്ടാതിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് ഈ മാതൃഭൂമിയും ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനുമായിട്ടുള്ള ഈ എൻ്റെ വീട് പദ്ധതി വളരെ ഗുണകരമാണ്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഇതുവരെ 745 വീടുകൾ കുടുംബങ്ങൾക്ക് നൽകി. കോഴിക്കോട് ജില്ലയിൽ മാത്രം 188 വീടുകൾ. ബാക്കിയുള്ള 255 വീടുകളുടെ നിർമ്മാണം അടുത്ത മാസം പൂർത്തിയാകും. 1000 വീടുകളെന്ന ലക്ഷ്യം കൈവരിക്കും. രണ്ടാം ഘട്ട പദ്ധതി 1000 വീടുകൾ കൂടി നിർമ്മിക്കുകയാണ്. അതും ഇതേപോലെ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.